ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട ഇടിഞ്ചക്ക തോരനാണ്. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുള്ളൊന്ന് ചെത്തിക്കളയണം. അപ്പോൾ നമുക്കിത് ചെത്തിയെടുക്കാം. ഇതിൻ്റെ കറ പറ്റാതിരിക്കാൻ കയ്യിൽ ശലം എണ്ണ തൂത്തിട്ട് വേണം ഇതിൻ്റെ മുള്ളി ചെത്തിയെടുക്കാൻ. ഇതിൻ്റെ മുള്ളി എത്തിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ കറിയൊക്കെ ആ ഉപ്പ് വെള്ളത്തിലോട്ട് പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഈ ഇടിഞ്ചക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണം വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 15 കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് അരച്ചാലും മതി. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളകും ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. അപ്പോൾ നമ്മളിത് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഈ കല്ല് വെച്ച് ചതച്ചെടുക്കണം. ചതഞ്ഞാൽ മതി. ഇതുപോലെ മതി. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം. പക്ഷേ ചിലപ്പം അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. ഇപ്പോൾ നമ്മളിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇടാം. തേങ്ങ ഇങ്ങനെ ജസ്റ്റ് ചതഞ്ഞാൽ മതി, ഒത്തിരി അരഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടുകിടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയാണ്. ഈ അരിയും കൂടി ഇട്ട് കൊടുത്ത് കടുക് വറുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ വാഴക്കുടപ്പം തോരൻ വെച്ചാലും ഇടിഞ്ചക്ക തോരൻ വെച്ചാലും കുറച്ച് അരിയും കൂടി കടുക് വറുത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി അരിയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. വാഴക്കുടപ്പം വെക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കണം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇനി ഒരു ഉണക്കമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയും അരപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ അരപ്പെല്ലാം കൂടി അതിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.